രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വീട് വിട്ട് വരാൻ ആരും ചിലർ ശ്രമിക്കുന്നത് 2 നില വീടുള്ളവരെല്ലാം സേഫാണ്. ബാക്കിയുള്ള പിന്നെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുക. ചിലപ്പോൾ ഇപ്പോൾ വെള്ളത്തിന്റെ ലഭ്യത കുറവുണ്ട്. അപ്പോൾ അവർ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ മെമ്പർ, നമ്മുടെ ബ്ലോക്കിന്റെ ആൾക്കാരെല്ലാം നിന്നിട്ട് നല്ല രീതിയിൽ അവരെല്ലാം ഇതിന്റെ കൂടെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഭക്ഷണം ഇപ്പൊ ചില വീടുകളിൽ വെക്കുന്നുണ്ട്, ചില എത്തിച്ചു കൊടുക്കുക. പിന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അടക്കം നേരിട്ട് കണ്ടതാണ്. കഴിഞ്ഞ വയനാട് ദുരന്ത സമയത്ത് അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച സേവനം നൽകിയതായിരുന്നു അന്ന്. അത്തരം ദുരന്തമുഖത്ത് എപ്പോഴും ഓടിയെത്തുന്നത് ഇവർ തന്നെയാണ്. പക്ഷേ അവരുടെ ഒരു പരിമിതികൾ അവർ പലപ്പോഴായിട്ടും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു പുതിയ ആധുനിക സംവിധാനങ്ങളടക്കം ചില പരിമിതികൾക്ക് അവർക്കുണ്ട്. പക്ഷേ എന്ത് പരിമിതി ഉണ്ടെങ്കിൽ പോലും അവരാൽ മനുഷ്യസാധ്യമായി കഴിയാവുന്ന രീതിയിൽ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച സേവനം ജനങ്ങൾക്ക് നൽകുക, അത് എപ്പോഴും ഫയർഫോഴ്സിന്റെ സേനാംഗങ്ങൾ ഉറപ്പുവരുത്തുന്ന കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ആറന്മുളയിൽ ആവർത്തിക്കുന്നത്. ആറന്മുളയിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം. കൊല്ലം ജില്ലയിൽ കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വെടിച്ചുകൾ കാടിറങ്ങിയതോടെ ജീവഭയത്തിലാണ് മലയോരവാസികൾ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടുപോത്ത് ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടതും പ്രദേശത്ത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പുനലൂർ, പത്തനാപുരം, കൊളുത്തൂപ്പുഴ എന്നീ മേഖലകളിലാണ് വന്യജീവി ശല്യം ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നത്. ഇതിന്റെ ഒടുവിലത്തെ ഇരയാണ് ഇന്നലെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ചൽ കളംകുന്ന് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ താമസക്കാരനായ KM ബഷീർ. ബഷീറിന്റെ വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെ അഞ്ചൽ കളംകുന്ന് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ അയ്യൻപിള്ള വളവിന് സമീപത്ത് വെച്ചാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. ബഷീർ തൽക്ഷണം മരിച്ചു. ഈ സംഭവത്തോടെ മലയോരവാസികൾ ആകെ ആശങ്കയിലാണ്. ബഷീറിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. സർക്കാരിൽ നിന്നുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ എല്ലാം കഴിഞ്ഞ ആഴ്ച വിളിച്ച് അതിന്റെ ഭാഗമാക്കുന്നതിന്റെ ഒരു പ്രക്രിയ ആദ്യമായിട്ടാണ് വനാതിർത്തി പങ്കിടുന്ന എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ച് ചർച്ച ചെയ്തു. ഇനി കേരളത്തിന്റെ എല്ലാ വനാതിർത്തി പങ്കിടുന്ന MLA-മാരെ MP-മാരുടെ യോഗം വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. അന്നേരം കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ നിയോജകമുണ്ട് എന്ത് ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കി അത് വെച്ചു